സ്വാതന്ത്ര്യലബ്ധിക്കും പതിറ്റാണ്ടുകൾക്കും മുമ്പ് മലപ്പുറത്തിന്റെ മണ്ണിൽ അക്ഷര വെളിച്ചം പകരാൻ തുടങ്ങിയതാണ് നെടിയിരുപ്പ് ചാരംകുത്ത് സ്കൂൾ. എന്നാൽ ഒരു നൂറ്റാണ്ടിലധികം കാലം ആ വിദ്യാലയം ഒരു വാടക കെട്ടിടത്തിന്റെ പരിമിതിയിലായിരുന്നു. ഒടുവിൽ ആ കുഞ്ഞുങ്ങൾക്കായി സ്വന്തം താലിമാല ഊരി നൽകിയ ഒരു അധ്യാപികയുടെയും കരുതലുമായി കൂടെ നിന്ന ഒരു നാടിന്റെയും നിശ്ചയദാർഢ്യം ഇന്ന് ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. ചാരംകുത്ത് GLP സ്കൂളിന്റെ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നെടിയിരുപ്പിലെ കുട്ടികൾക്ക് അറിവ് പകരാൻ തുടങ്ങിയതാണ് കൊണ്ടോട്ടിയിലെ ചാരംകുത്ത് സ്കൂൾ. കാലം മാറി, രാജ്യം സ്വതന്ത്രമായി, തലമുറകൾ കടന്നുപോയി. എന്നിട്ടും ഈ വിദ്യാലയത്തിന് സ്വന്തമായി ഒരിടമുണ്ടായിരുന്നില്ല. 111 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു വിദ്യാലയത്തിന്റെ പ്രവർത്തനം. എന്നാൽ നൂറ്റാണ്ട് പിന്നിട്ട കാത്തിരിപ്പിന് ഇപ്പോൾ അവസാനമായപ്പോൾ അതിനു പിന്നിൽ ഒരു അധ്യാപികയുടെ സമർപ്പണത്തിന്റെ കഥയുണ്ട്. സ്കൂളിന് ഭൂമി വാങ്ങാൻ പണമില്ലാതെ നാട് പ്രതിസന്ധിയിലായപ്പോൾ അധ്യാപികയായിരുന്ന സുമതി ടീച്ചർ തന്റെ കഴുത്തിലെ താലിമാല ഊരി നൽകിയാണ് ഫണ്ട് ശേഖരണത്തിന് തുടക്കമിട്ടത്. ടീച്ചറുടെ ത്യാഗം നാടിന്റെ വാശിയായി മാറിയപ്പോൾ 35 സെന്റ് സ്ഥലം വിദ്യാലയത്തിന് സ്വന്തമായി. ഇതൊരിക്കലും പ്രാവർത്തികമാകില്ല, നമുക്കിത് ഉപേക്ഷിച്ച് പോകാം എന്നുള്ള ചിന്ത വരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോഴും വികസന സമിതിയിലെ അംഗങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ടീച്ചറുടെ മാല ഊരിത്തന്ന ഒരു പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് നമുക്കത് ഏറ്റെടുത്ത് ഇത് നമുക്ക് കഴിയുന്ന അത്ര, നമ്മൾ പ്രതീക്ഷിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ സ്കൂളിന് സ്വന്തമായിട്ട് ഒരു 10 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായി വാങ്ങണം എന്ന് ഉറച്ച് മുന്നോട്ട് പോകാനുള്ള എനിക്ക് തോന്നുന്നു ആ ധൈര്യം അല്ലെങ്കിൽ ആ ആവേശം ഉണ്ടായത് ഈ മാലയിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് വൈത്തല കുടുംബം 35 സെന്റ് ഭൂമിയാണ് വിട്ടു നൽകിയത്. ഇതിൽ 15 സെന്റ് ഭൂമി സൗജന്യമായാണ് നൽകിയത്. നഗരസഭ നൽകിയ 25 ലക്ഷം രൂപയും വിദ്യാലയ വികസന സമിതി രൂപീകരിച്ച പണവും ചേർത്താണ് ഭൂമി വാങ്ങിയത്. സുമതി ടീച്ചർ കാട്ടിയ സ്നേഹത്തിന്റെ കരുത്തിൽ വാടക കെട്ടിടത്തിന്റെ പരിമിതികളില്ലാതെ ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാം. അമൃത ന്യൂസ്, മലപ്പുറം.